പാർലമെന്റിൽ പുതിയ ചാണക്യതന്ത്രവുമായി അമിത്ഷാ രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ തന്ത്രം വനിതാ ബില്ല് എങ്ങനെയും പാസ്സാക്കുക എന്നുള്ളതായിരുന്നു. അതിന് 3 ഘടക കക്ഷികളെ, അതായത് NDA മുന്നണിയിൽ ഇല്ലാത്ത 3 കക്ഷികൾ, പിന്നെ ഇന്ത്യ മുന്നണിയിൽ പിണങ്ങി നിൽക്കുന്ന 3 കക്ഷികളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് BJP എടുക്കുന്ന ഇപ്പോഴത്തെ സ്റ്റാൻഡ്. ഒന്നാമതായി ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ പ്രസ്താവിച്ചു കഴിഞ്ഞു, ഇന്ത്യ മുന്നണിയോടൊപ്പം ഇല്ല എന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞു. മമതാ ബാനർജി ഉണ്ടെന്നും ഇല്ലെന്നുമുണ്ട്. പക്ഷെ മമതാ ബാനർജി ഉണ്ടായിട്ട് കാര്യമില്ല. മമതാ ബാനർജിയോടൊപ്പം നിൽക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും BJP ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു. അടുത്തതാണ് DMK സംബന്ധിച്ചിടത്തോളം അവർ പ്രശ്നാധിഷ്ഠിതമായ ഒരു നിലപാട് BJPക്ക് കൊടുക്കും. ഞങ്ങൾ BJP ആണോ കോൺഗ്രസ് ആണോ എന്നൊന്നും വിഷയമല്ല, ഞങ്ങൾ കോൺഗ്രസുമായിട്ട് ഇപ്പോൾ പിണങ്ങി നിൽക്കുകയാണ്. മധുവിധ കാലം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഞങ്ങളെ ഒറ്റി തേച്ചു ഒട്ടിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസുമായി ഇനി ബന്ധമൊന്നുമില്ല, ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. വളരെ കഷ്ടമാണ് കോൺഗ്രസിൻ്റെ പിന്നെ ഇവരുടെ ഒരു അവസ്ഥ മൊത്തത്തിൽ നോക്കുമ്പോൾ. തമിഴ്നാട്ടിൽ DMKയുടെ അവസ്ഥ വളരെ മോശമാണ്. കോൺഗ്രസ് കുറെ കൂടി മെച്ചപ്പെട്ടവർ ഭരണത്തിലേക്ക് വന്നിട്ടുണ്ട്. വിജയുടെ കൂടെ മന്ത്രിയായിട്ട് വരെ കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ ഈ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഒന്ന് രക്ഷപിടിക്കുക എന്നൊരു അജണ്ടയും DMKയ്ക്കുണ്ട്. എന്തായാലും ചാണക്യൻ്റെ തന്ത്രം, അമിത്ഷായുടെ തന്ത്രം വിജയിക്കാൻ സാധ്യതയുണ്ട്. 3 മുന്നണികളെ, 3 പാർട്ടികളെ, ആം ആദ്മി പാർട്ടിയെ, കൃത്യമായ ആം ആദ്മി പാർട്ടി പലരും കളിയാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് BJPയുടെ B ടീമാണ് എന്ന് കളിയാക്കിയിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ആം ആദ്മി പാർട്ടി ശക്തമായി BJP എതിർക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു BJP ലൈനിലാണോ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ചിന്തിക്കുന്നത് എന്ന്. കാരണം രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ലല്ലോ. എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബന്ധമുള്ളവർ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ UDFലുണ്ട്, എത്രയോ പേർ BJPയോടെ നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ഇറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് കാര്യമില്ല ഏത് മുന്നണിയിൽ നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ NDA മുന്നണിയിലേക്ക് ആം ആദ്മി പോകുമോ, ഒന്നാമത്തെ ചോദ്യം. അതോ അല്ല പുറത്തു നിന്ന് ബില്ലുകളെ പാസ്സാക്കാൻ സഹായിക്കുമോ, രണ്ടാമത്തെ ചോദ്യം. തൃണമൂൽ കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം MLAമാരും MP മാരും BJP സപ്പോർട്ടായി നിൽക്കുന്നു. DMKയുടെ ആളുകൾ പ്രശ്നാധിഷ്ഠിതമായി പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുമോ? ഈ 3 സപ്പോർട്ടും കൂടെ കിട്ടിയാൽ തീർച്ചയായിട്ടും വനിതാ ബില്ലും പാസ്സാക്കാൻ പറ്റും, മറ്റേ യൂണിഫോം സിവിൽ കോഡും പാസ്സാക്കാൻ പറ്റും. ഇതാണ് BJPയുടെ തന്ത്രം. അതിനുള്ള പണികൾ BJP ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 3 പാർട്ടികളെയും BJP ചാക്കിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് സൂചനകൾ കിട്ടും. ഇതിൻ്റെ കൂടെ ഭാഗമായിട്ടാണോ ആം ആദ്മി പാർട്ടി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ പറഞ്ഞത്? ഇത് എന്താണ് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കൃത്യമായി BJPയോടൊരു അയഞ്ഞ സമീപനം, മൃദു സമീപനം എടുക്കുന്ന രീതിയിൽ കോൺഗ്രസിൽ നിന്ന് മാറിയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഡൽഹിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാര്യമാണ് നടക്കുന്നത്. കാരണം അങ്ങനെ BJPയുമായി ബന്ധം വച്ചാൽ BJPക്ക് ഉണ്ടാകുന്ന ഗുണം, പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആണെങ്കിലും കോൺഗ്രസോടെ കയറി വരുന്നുണ്ട്, എങ്കിലും പഞ്ചാബിൽ നിലയുറപ്പിക്കാൻ BJP ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്ലാനിന് അരവിന്ദ് കെജ്രിവാളിൻ്റെ സപ്പോർട്ടൂടെ കിട്ടിയാൽ തീർച്ചയായിട്ടും പഞ്ചാബിൽ, ഇപ്പോൾ ഡൽഹിയിൽ ഞങ്ങളെ സഹായിക്കുക, പഞ്ചാബിൽ നിങ്ങളെ സഹായിക്കാം എന്നുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരുപക്ഷെ പഞ്ചാബിനെ കൂടി കയ്യിൽ എടുത്തുകൊണ്ട് BJP ചില സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ ലോങ് റണ്ണിൽ BJPക്ക് വലിയ ഗുണമുണ്ടാകുന്ന സ്ട്രാറ്റജികളാണ് BJP എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പശ്ചിമബംഗാളിൽ അവർ വിജയിച്ചു, ത്രിപുരയിൽ വിജയിച്ചു, ബീഹാറിൽ വിജയിച്ചു. പരാജയപ്പെട്ടു പോയത് തെലങ്കാനയിലും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും, ഈ ഒരു 4-5 സ്റ്റേറ്റിലാണ് അവർ പരാജയപ്പെട്ടു പോകുന്നത്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ മനോഹരമായിട്ട് ഈ തന്ത്രം അവർ വിജയിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിൽ വളരെ റീസെൻ്റായിട്ട് ഈ തന്ത്രം വിജയിച്ചത് നമ്മൾ കാണുന്നു. അപ്പോൾ രസകരമാണ് നമ്മുടെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറയുന്ന പോലെ 3 പാർട്ടികളെ, തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ തന്നെ അത് മമതാ ബാനർജി നയിക്കുന്നു, അതുപോലെ തന്നെ പിന്നെ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്നു, അതുപോലെ തന്നെ സ്റ്റാലിൻ നയിക്കുന്ന MK സ്റ്റാലിൻ നയിക്കുന്ന നമ്മുടെ DMK പാർട്ടിയെയും വശത്താക്കാനുള്ള, പാട്ടിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് എന്താണ് വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കുന്നത് നമുക്കറിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും BJPയുടെ ചാണക്യതന്ത്രം വളരെ കൃത്യമായി ഷാർപ്പനായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് മനസ്സിലാക്കിയാൽ, ഒരു വിഷയം മനസ്സിലാക്കിയിട്ടാണല്ലോ, ഡയഗ്നോസ് ചെയ്തിട്ടാണല്ലോ നമുക്കതിൽ നിന്ന് സൊല്യൂഷനിലേക്ക് പോകുന്നത്.
എന്തായാലും രോഗനിർണയ കഴിഞ്ഞിട്ടല്ലേ ചികിത്സയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ BJPയുടെ തന്ത്രങ്ങളും ആരെയൊക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള പുതിയ സ്ട്രാറ്റജികൾ എടുത്താൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ ആ നിലയിൽ കഴിയുകയുള്ളൂ. പക്ഷേ ഇന്ത്യ മുന്നണിയും ഒട്ടും മോശമല്ലാതെ ക്രിക്കറ്റ് പ്ലേ റൗണ്ടിൽ കാണുന്നത് പോലെ ഒട്ടും മോശമല്ലാതെ അവർ കൃത്യമായി കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ വിപുലീകരണം കാണാം, അതുപോലെ BJP മുന്നണിയുടെ വിപുലീകരണം കാണാം. ഇതിന് രണ്ടിനും പുറമെ മൂന്നാമതൊരു മുന്നണി DMK, TMC, ആം ആദ്മി പാർട്ടി അടക്കമുള്ള മൂന്നാമതൊരു മുന്നണി കൂടി, ഒരു ഡെമോക്രാറ്റിക് മുന്നണി കൂടി ഇന്ത്യയിൽ വന്നാലും അത്ഭുതമില്ല.